അതാത് സമയത്ത് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. മക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ കൂട്ടുകൂടാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്താണെന്നറിയാം. നമ്മുടെ ഇപ്പം തക്കാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ കാണണം. മുളകം വേണ്ട, നമ്മൾ ബീൻസിനെല്ലാം ഊന്ന് കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ തക്കാളിക്കെല്ലാം ഊന്ന് കൊടുക്കാൻ പോവാം. ആൾറെഡി നമ്മൾ ആ കമ്പി വെച്ചിട്ടുണ്ട്. എന്നാലും തക്കാളി നല്ല ഹൈറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒന്ന് കൊടുത്താൽ പെടന്ന് പോകാതിരിക്കുന്നത്. അതിൽ ഇടയ്ക്കൊക്കെ കാറ്റടിക്കുന്നുണ്ടേ പെടന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇതും കൂടെ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് ഊന്ന് കൊടുത്ത് നിർത്തത്തുള്ളൂ. കാര്യം ഈ തക്കാളിയൊക്കെ കൊണ്ട് നിറയെ കായ്ക്കാൻ തുടങ്ങുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും. അപ്പോൾ ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അതിനകത്തോട്ട് കുത്തി വെക്കാൻ പോകാം കേട്ടോ. നമ്മുടെ തക്കാളി ഇങ്ങനെ മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേരിനും ചെടിക്കും കേടില്ലാത്ത പോലെ നമ്മൾ പതുക്കെ അങ്ങോട്ട് കുത്തി വെക്കണം. കുത്തി വെച്ചാൽ ഇതിങ്ങനെ അവിടെ നിന്നോളും. നമ്മൾ ഇതിനോട് ചേർന്നൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഈ കമ്പ് വെച്ചിട്ടുണ്ട്, ഈ റിങ്ങും വെച്ചിട്ടുണ്ട്, പ്ലസ് ഈ കമ്പ് ഞാൻ നാട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടിയും വെച്ച് കേട്ടോ. ഇത് കണ്ട, അപ്പം നമുക്ക് പെടന്ന് പോകത്തില്ല. അങ്ങനെ ഒരു നമുക്ക് ധൈര്യമായിട്ടിരിക്കാം കേട്ടോ. ഇതിനി കെട്ടണം. കണ്ട, ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി, അത് പച്ചക്കളർ വേണ്ടത് കാണുന്നില്ലല്ലേ, അത് ഞാനൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെടന്ന് പോകുന്നുള്ള പേടിയെ വേണ്ട. ഇത് ഇച്ചിരി കൂടെ വളർന്നിട്ട് നമുക്ക് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാത്തിനും ഞാൻ കമ്പിയും നാട്ടി പ്ലസ് നമ്മുടെ മുളം കമ്പും കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടി വെച്ചാൽ അത് പോകാതിരിക്കും. മക്കളുടെ തക്കാളിയെല്ലാം നല്ല കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. തക്കാളി കായ്ക്കാൻ തുടങ്ങി, കായുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ദാ കുഞ്ഞു കായ ഒന്നും ആയില്ല കേട്ടോ. അങ്ങോട്ട് പൂ പോയിട്ട് കായ് വരുന്നതേ ഉള്ളൂ കേട്ടോ. പൂ വരാൻ തുടങ്ങി. അതായത് എസ്പെഷ്യലി തക്കാളി നല്ല വെയിലുണ്ടെന്ന് കേട്ടോ. തക്കാളിയിൽ പൂ വരാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് പൂവ് കായാകണമെങ്കിൽ നമുക്ക് അതിനൊരു ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചെയ്താലേ പെട്ടെന്ന് നമുക്ക് പൂവായിരിക്കുന്ന എല്ലാം അത് കായായിക്കോളും. പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും, കായ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് നോക്കാതെ നേരത്തെ ഞാൻ പഴയ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതിൽ ഞാനിപ്പോൾ ഈ വർഷത്തെ ഇതിൽ ഞാനിപ്പോൾ പറയാം കേട്ടോ. ഇലകളെല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അന്നേരം എന്താ അതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. തക്കാളി ചെടിയുടെ ഏറ്റവും അടിയിലുള്ള ഇലകൾ, അതായത് ചെറിയ ചെറിയ തണ്ടുകളുണ്ടല്ലോ, അതെല്ലാം അങ്ങ് മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൂ വരാനും, പൂവായാൽ അത് കായാകാനും, കായ് വന്നാൽ അത് പെട്ടെന്ന് വിളഞ്ഞ് പഴുക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അത് എല്ലാവരും ഈ ടിപ്സ് பயன்படுത്തണം. കാരണം സൺലൈറ്റ് കൂടുതലും ഈ ചെടിയുടെ രണ്ടിലേക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന്റെ അടിയിലുള്ള എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയുക, ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ. അതുപോലെ ഇവിടെ ചെറുതായിട്ട് ചെറിയ കിളിപ്പ് ഇവിടെ വരത്തില്ലേ, ഇതും കൂടെ ഒന്ന് പറിച്ചു കളയണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി നേരെയായിട്ട് പോകത്തുമില്ല, വരാൻ താമസിക്കുകയും ചെയ്യും. അപ്പം ഈ കുഞ്ഞു കിളിർപ്പ് വരുന്നത്, ചെറിയ മൊനമാരി വരുന്നത്, അത് നുള്ളിയെ കളഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കായ് വരാനുള്ളൊരു ടിപ്സ് ആകട്ടെ. ഇതെല്ലാം ഇത് കണ്ട ഇങ്ങനെ നമുക്ക് ചടപൊടോന്നിലങ്ങ് അടിക്കാം കേട്ടോ. എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് മുറിക്കാം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് തക്കാളി കിട്ടാനുള്ള വഴി. ഇല്ലെങ്കിൽ അങ്ങ് ഇലയായിരിക്കും മുഴുവൻ, നമുക്ക് ചെടി കാണാൻ പറ്റാത്ത പോലെ ഇലയായിരിക്കും. അപ്പോൾ തക്കാളി പൂവൊക്കെ വന്നാൽ വെയിൽ കിട്ടത്തില്ല. അതാണ് മെയിൻ ഇതിന്റെ റീസൺ അതാണ്. അതായത് നമുക്ക് വെയിൽ ഇതിൽ കിട്ടണം. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ നമുക്ക് ചടപൊടൊന്ന് കായ് വന്നോളും കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ചെടിയെല്ലാം അങ്ങനെ നമ്മുടെ തക്കാളിയുടെ അടിയിലത്തെ പോലെ ഇലകളെല്ലാം ഞാനങ്ങ് കട്ട് ചെയ്തു. മണ്ടയ്ക്കത്തെ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി പെട്ടെന്ന് അതങ്ങ് ആർത്തലിച്ചിങ്ങ് വന്നോളും കേട്ടോ. എല്ലാത്തിൻ്റെ ഞാനങ്ങ് വെട്ടി കളഞ്ഞു. 5 മിനിറ്റ് അയാൾ വെട്ടിയിട്ട് അതിന് മുമ്പിൽ ഇതെല്ലാം വാടി കണ്ടോ. ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെ മിഞ്ഞാന്ന് നല്ല ഭയങ്കര മഴയായിരുന്നു. ഇന്ന് ഭയങ്കര ചൂട്. ഇത് കണ്ടോ, പെട്ടെന്ന് ഇത്ര ഇല ഇപ്പം ഈ ഒരു 6-7 തക്കാളി ഞാൻ കണ്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറുതായിട്ട് നിൽക്കുന്നതൊക്കെ അത് അത്രേ ആകത്തുള്ളൂ കേട്ടോ. അതിലാണ് നിറയെ പൂ വന്നിരിക്കുന്നത്. അത് ചെറിയ തക്കാളിയാണ്. ഇത് ചെറിയ സൈസാണ്, പക്ഷേങ്കിൽ ഇനിയും മേലോട്ട് വരുന്നുള്ളൂ. ഇപ്പോഴാണ് അതിൽ പൂവൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും ഇലകൾ ഞാൻ കണ്ടിച്ചു. ഇനി ചെറിയ തൈകൾ മാത്രമേ കണ്ടിക്കാത്തുള്ളൂ. ഇതൊക്കെ തക്കാളി പെട്ടെന്ന് കായ്ക്കാനുള്ള ഒരു സൂത്രപ്പണികളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തക്കാളി ചെടി ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കണം. അടിയിൽ നിന്നുള്ള തണ്ടുകൾ വെച്ച്, അത് ഇലകൾ, തണ്ടെന്ന് പറഞ്ഞാൽ നടുത്തണ്ടല്ല, ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ പെട്ടെന്ന് പൂവും കായും പിടിക്കും. പൂ പിടിച്ചാൽ ഉടനെ നമുക്ക് പിന്നെ പെട്ടെന്ന് കായാകും. കാര്യം സൺലൈറ്റ് ഫുള്ള് അതിൽ കിട്ടുമല്ലോ. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അത് ഇലകൾ നിൽക്കുമ്പം പൂവൊക്കെ പെട്ടെന്ന് വിരിയാനും അതിനുള്ള ആ പരാഗണം നടക്കാനൊക്കെ ഇച്ചിരി താമസിക്കും. അപ്പോൾ അത് നടക്കാൻ വേണ്ടി നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് വെക്കണം. നമുക്ക് തക്കാളി ഇഷ്ടം പോലെ വീട്ടിൽ തന്നെ പറിക്കാൻ പറ്റും. ഒരു ചെടി വെച്ചാലേ മതി കേട്ടോ. ഇതാണ് അമ്മക്കളുടെ ഇന്നത്തെ വിശേഷം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മക്കളോട് കൂട്ടുകൂടാൻ ആരും മറന്നു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കണം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു നന്ദി.